ഹായ്, എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ചേമ്പ് പുഴുങ്ങിയാലോ? ചേമ്പിൻ്റെ കൂടെ നമുക്കൊരു അടിപൊളി ചമ്മന്തിയും ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചേമ്പ് ക്ലീൻ ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ചേമ്പെല്ലാം 2-3 പ്രാവശ്യം കഴുകി ഇനി നമുക്കത് വേകാനായിട്ട് വെക്കാം. നമുക്ക് ഗ്യാസിലൊക്കെ വേകാൻ വെക്കാം. കുറച്ച് കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് കൊച്ചുള്ളി, 2 പച്ചമുളക്, കുറച്ച് കല്ലുപ്പ്, കുറച്ച് പുളി. നമുക്ക് ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കാന്താരിയാണ് ഗൈസ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലാത്തതിനാൽ ഞാൻ ഖേദിക്കുന്നു. അതിനാൽ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് പുളി ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് കല്ലുപ്പ്. എനിക്ക് പുളിയും ഉപ്പൊക്കെ വേണം, അതെല്ലാം കറക്റ്റ് ലെവലിൽ വേണം. അപ്പോൾ ഇത് ഇത്രയാകുമ്പോൾ കറക്റ്റായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു കുഞ്ഞു ജാറിലിട്ട് അരച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ കുഞ്ഞു ജാറെടുത്തു. ഇതെല്ലാം കൂടി ഞാൻ അതിനകത്തേക്ക് ഇടുന്നു. ഉള്ളി, പച്ചമുളക്, ഉപ്പ്, പുളി എല്ലാം ഞാൻ അതിനകത്തോട്ടിട്ട് ഇനി നമുക്കിത് അരച്ചിട്ട് വരാം. നമ്മൾ ചമ്മന്തി അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ പകർന്നു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ നല്ല പോലെ ഒഴിച്ച് മിക്സാക്കി. എൻ്റെ മക്കളെ, ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. എൻ്റെ അളിയ സഹിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇതിന്. ഞാനിത് കുറച്ചിങ്ങനെ സൂപ്പർ അടിപൊളി പൊളിച്ചു. ഇത് ഈ കണ്ണടപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു ഒരിടം. ആ ഒരു കണ്ണടപ്പൻ മാതിരിയാണ്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ചു പോകും. മക്കളെ, നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ഈ ചമ്മന്തി ഞാൻ അരച്ചപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. സാധാരണ എല്ലാവരും ഈ മുട്ടയിൽ പല ഇതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചമ്മന്തി നമുക്ക് ഈ ഒരു മുട്ടയിൽ വെച്ചിട്ട് കഴിച്ചു നോക്കിയാലോ, അതെങ്ങനെ ഇരിക്കും? ഒടിവായോ എല്ലാവരും? അപ്പോൾ നമ്മൾ മുട്ട എടുക്കുക, ഇങ്ങനെയൊന്ന് രണ്ടാക്കുക, ഈ കുറച്ച് ചമ്മന്തി എടുക്കുക, ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുക, രണ്ടിങ്ങനെ പിടിക്കുക, കൂട്ടി വായിലേക്കിടാം. അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ ആവി പറക്കുന്ന ചേമ്പ് ഇവിടെ പുഴുങ്ങി റെഡിയായി. നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച കുറച്ച് ചമ്മന്തി എടുക്കുക, ഒരു പീസ് എടുക്കുക, ചൂടാണ്, ഒരു പീസ് എടുക്കുക, ചമ്മന്തിയിൽ ഡിപ്പ് ചെയ്യുക. എൻ്റെ അളിയാണ് എന്തുവാ ടേസ്റ്റ് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയി ചേമ്പ് മേടിക്കുക, ചമ്മന്തി അരക്കുക, എല്ലാവരും കഴിക്കുക. കൂടെ ഇതിൻ്റെ ടേസ്റ്റും മറ്റുള്ള ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ നാടൻ ഭക്ഷണമാണ്, നാടനല്ലേ നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് കൊളസ്ട്രോളോ ഷുഗറോ പ്രഷറോ ഒന്നും വരാനില്ല. അപ്പം കാന്താരി ആയിരിക്കട്ടെ ഏറ്റവും നല്ലത്. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളകിലരച്ചത്. എല്ലാവരും പോയി കഴിച്ചിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. കാണുന്നത് വരെ വണക്കം.